ദൈവമായ താന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പാപികളായ നിന്നോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിലും ഖേദിക്കേണ്ട മശിഖായിൽ മൃതരായോരേ പ്രതിഫല ദിനവും പുനരുദ്ധാനവുമായി രാജസുതൻ തന്നെതിരേൽപ്പിനു ചേരാൻ നിങ്ങൾ നാശം കൂടാ വീഴുന്നേൽക്കും ഖബറുകളിൽ നിന്നു മഹിതമതാ നിലയങ്കി ചാർത്തി സ്തുതി പാടും തൻ സവിതേ നിങ്ങൾ ആദാമി സുതജീവതനെ ദയ ചെയ്തിടേണം. ബാർക്കുമോ ശുഭഹോല ബോല ബ്രോവൽ റോഹോ കാദേശ ഹല്ലേലൂയ. മൂന്നാം നാളിൽ മൃതരായോർക്കായി ചെയ്യും പതിവാദി തന്നെ സിദ്ധ കാണിച്ച മോറാനീശോ മൃതി പൂണ്ടപ്പോളീർമർദ്യ റൂഹാമൂലം കബറുള്ളിൽ സംസ്കാരം ചെയ്തു. മണ്ണാല നാമിനെ സൃഷ്ടിച്ചോ രുയിരിന്ന ധനുധൂപം വെച്ചാൽ അടിയാർ ധൂപാൻ നിന്ദാസർക്കാശ്വാസം നൽക. മുറിയോറാഹെ മേലൈനോവാദാരേ. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. അപരപരാഹത്തിന്റെയും ഇസഹാക്കുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവരും വരുവോനും മൃതർ തന്നുയരും സുതനു ശരീരാത്മാക്കൾ പാടണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണയും നന്മ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നമ്മളോടുകൂടെ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങൾക്ക് ശിക്ഷയാൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുശ്രൂഷകളെ തമ്പുരാന്റെയുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പറക്കുമോർ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കൃപ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ എല്ലാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടന്ന പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ ശരീരങ്ങൾ പകൽ അധ്വാനങ്ങൾ വിശ്രമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കൾ ലൗകിക വിചാരങ്ങൾ നകന്ന് ആശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ശാന്തതയോടെ തിരുമുമ്പിൽ നിൽക്കുവാനും നിരന്തരമായ സ്തോത്രങ്ങളും ഖണ്ഡിതമായ സ്തുതികളും അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ അനുദിനം പോറ്റി പുലർത്തി നടത്തുന്നവനെ, ഞങ്ങളുടെ ആത്മാക്കളെ ഉത്സാഹിപ്പിക്കുന്നവനും രക്ഷിക്കുന്നവനും ആയുള്ളവേ, അടിയങ്ങളുടെ കാവൽ പിതാവായ മോറിഗ്നാത്യോസ് എലിയാസ് തൃതീയൻ ബാവായുടെ ഓർമ്മയെ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹകരമായ ദിനം നിന്റെ കൃപയെ സ്തുതിക്കുന്നു. നിനക്ക് സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ കരേറ്റുന്നു. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ.
എന്റെ കന്യയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ നിന്നായി കഴിയും എന്റെ പാപങ്ങളിൽ നിന്ന് വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും ന്യായവിധിയിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീക്ഷപ്പെട്ടു, എന്നിട്ട് ഞാൻ അതിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവങ്ങൾ എന്റെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതകൾ എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെല്ലാം മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയനിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നടക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരൻ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവതിന് നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായു നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. എന്റെ ഇഷ്ടത്താൽ സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാടുകൾ ബലിയായി കരകയറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്മോ കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചുവല്ലോ, എന്നോട് ഉത്തരമല്ല ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചു കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പാകെ ധൂപം പോലെയും എന്റെ കഴുന്ന കാഴ്ച സന്ധ്യയുടെ ഒരുപാട് പോലെ ഇരിക്കുമാറാണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാരത്തിന് ചായതയും ഞാൻ ന്യായക്കരകൾ പ്രതികാരിക്കത്തക്കോണം. എന്റെ വായിക്ക് കാൽക്കാരനെയും എന്റെ അതിർക്ക് സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരുടെ കൂടെ ഞാൻ ചേരുമാറാകരുതേ. നീതിമാനനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് ഒഴിവാകാതിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷം നിമിത്തമാവുന്നു. അവരുടെ വിധികർത്താക്കൾ പാരൻ മുതൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. ഭൂമിയെ പിളർക്കുന്ന പോലെ ശവക്കുഴിയുടെ വായിക്കരികെ അവരുടെ അസ്ഥികൾ സ്ഥിരപ്പെട്ടു. കർത്താവിന് എന്റെ കണ്ണുകളെ നിടലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി ഗണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നവരെ അന്യായക്കാർ തങ്ങളുടെ വലകൾ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടപ്പോൾ ഞാൻ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതിനു മുമ്പാകെ ഞാൻ എന്റെ സങ്കടത്തെ ബോധിപ്പിച്ചു. അതിനു മുമ്പാകെ ഞാൻ നരകത്തെ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഒഴികളെ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുള്ള വഴിയിൽ അവർ എനിക്കായി ഗണികളെ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനില്ല എന്ന് ഞാൻ കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി. എന്റെ ദേഹിക്ക് വേണ്ടി ഭാരം ചോദിക്കുന്നവനുമില്ല. കർത്താവെ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവെ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്തിന്റെ ആശ്രയവും എന്റെ ഓഹരിയും നീയാന്തു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തുടരുകൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നെ കാൽബലന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് തമിഴ് ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായിട്ട് കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള അവധികൾ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങൾ എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ ദേഹിയിലായപ്പോഴും നിന്റെ കൈകളിരിക്കുന്നു. നിന്റെ വേദപ്രമാണം ഞാൻ മറന്നില്ല. പാപികളെ എനിക്കായിട്ട് കണികൾ മറച്ചു വെച്ചു. എന്നാൽ ഞാൻ എന്റെ കൽപ്പയൊന്നും മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയെ എനിക്ക് അവകാശമായി സ്വീകരിച്ചു. എന്നാൽ എന്റെ ഹൃദയത്തിൽ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകൾ എനിക്കും സത്യത്തോടെ നിർത്തിപ്പാനായിട്ട് ഞാൻ എന്റെ ഹൃദയത്തെ തിരിച്ചു. സാലജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. സാലജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്മോൻ വാദാ
വാദാമുൽമൂലം ഉൽമീനാമി ദൈവാംബികയെ യാചിക്കണമേ ഞങ്ങൾക്കായി ഞങ്ങളോടൊപ്പം ഭൂപതി സവിതേ ഭൂതലമാകെ സമാധാനം ശാന്തിയുമേക തന്ദയവാഴ്ത്തരയുന്നു അഖിലേശൻ നീക്കട്ടെ കോപത്തിൻ വാടികൾ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യമിടവിടാതെ അർപ്പിക്കുവാനിടെ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ബാബയുടെ ഓർമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒഴുക്കി കൊടുക്കുകയും ചെയ്ത കർത്താവിന് സ്തുതി. ഈ പെരുന്നാൾ നടന്ന സന്ധ്യാസമയത്ത് നേരത്തും കാലങ്ങളിൽ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും സ്തോത്രവും ആരാധനയോഗ്യമാകുന്നു. സൗന്ദര്യശ്രേഷ്ഠനായ ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും വിശുദ്ധാത്മകീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടുകൂടി പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നതിനുമായ നീ ഭാഗ്യവാനാകുന്നു. യെരമ്യായും ശൗമേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ നീ സൗഭാഗ്യശാലിയാകുന്നു. തന്റെ നാഥന്റെ ശ്രീവണ്ണാരത്തിന്റെ മേൽവിചാരകനായി നിയമിക്കപ്പെട്ടവനായിരിക്കുന്ന നീ ഭാഗ്യവാനാകുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാകുകയും തർക്കങ്ങൾ ശമിക്കുകയും കോവടികൾ നീങ്ങിപ്പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കുകയും ദുർബലന്മാർക്ക് ബലമുണ്ടാവുകയും ദുഃഖത്തിലും വിലാപത്തിലും ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും പരീക്ഷകൾ മാറ്റപ്പെടുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും പാവങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശ്വാസികൾ മരിച്ചുപോയവർക്ക് ഊർസ്ലേമ്യ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. നിനക്കും കർത്താവിന് ശ്രേഷ്ഠത നൽകിയ കർത്താവിന് ഞങ്ങളും അവരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. വട്ടുകനാഥനെ സർവജന ദിവ്യ ശ്രീഹന്മാർ സിദ്ധ സഹദേർക്ക പരിമളധൂപത്തോ ഓർമ്മ ഭവിക്കട്ടെ. ബാരക്കുമോ ശുഭഹോല ബോല പ്രോവൽ റോഹോ കാദേശ മൂലം വാദാമുൽമൂലം ഉൽമീനാമി വിമല സഭയ്ക്കും പ്രജകൾക്കെല്ലാവർക്കും പരിമളധൂപത്തോ ഓർമ്മ ഭവിക്കട്ടെ. മറിയാമിന്നോർമ്മ
കോട്ടയതാകട്ടെ. ദൈവസുതൻ ജനനീ കന്യകമറിയാമേ, ഓയാർ മുഴുവനിലോ പരിമളമേകുന്നു. ഭാഗ്യം നിബിയർക്ക്, ഭാഗ്യം സ്നേഹർക്ക്, ഭാഗ്യം സഹദേർക്ക്, പുനരുത്ഥാനദിനെ മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ, വാളാൽ ചിറകുകൾ പോന്നത പദമേറി. നീതി നിറഞ്ഞവനെ ന്യായാധിപതേ നീ, കൃപയാൽ ക്ഷമയേകി ദയ ചൊരിയുക നാഥ. ത്യജിച്ചു പറഞ്ഞോരാ ശീമോനെന്നതുപോൽ ശരണാഗതനാമൻ മേൽ ദയ ചെയ്യണമേ. ആതങ്കം തീണ്ട താനംഗസ്ഥാനേ, പിതൃസോദരരെല്ലാം വിശ്രമമേൽക്കണമേ. ബാറക്കുമോർ കർത്താവേ, നിന്റെ ദാസരർപ്പിക്കുന്ന ഈ പരിമള ധൂപം കരുണയോടെ സ്വീകരിക്കണമേ. നിന്റെ ആചാര്യന്മാരുടെ ധൂപാർപ്പണത്തിൽ നീ സംപ്രീതനാകണമേ. നിന്റെ ആരാധകരുടെ ശുശ്രൂഷയിൽ നീ പ്രസാദിക്കണമേ. അതുമൂലം നിന്നെ പ്രസവിച്ച് മറിയാമിനും നിന്റെ വിശുദ്ധന്മാർക്കും പ്രത്യേകാൽ ഞങ്ങൾ ആരുടെ ഓർമ്മ നിവർത്തിക്കുന്നുവോ അങ്ങയുടെ സ്നേഹിതനും വത്സലനും അടിയങ്ങളുടെ അനുഗ്രഹവുമായ മൊറാൻ മൊറിഗ്നാത്യോസ് ഏലിയാസിൻ ബാവായ്ക്കും ആശ്വാസമുണ്ടാകണമേ. തന്റെ പിതാവിനോട് പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിനും ആരാധനമായ പുത്രൻ തമ്പുരാനെ, നിനക്ക് ഞങ്ങൾ അനവരതം സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ വബുകോലസ്ബാൻ ലവൽ മേ. രാജേശ്വരി നിൻ വലഭാഗേ ഹാലേലുയ്യ. ദൈവജനനീ ധന്യേ കന്യകമറിയാം, തനുപോണ്ടൊരു മേഘം നീത നീതീൻ സൂര്യൻ ജ്വലമായി ശോഭപരത്തിയൊരമ്പരവും നീ ദൃഷ്ടാന്തമതായി മോശവരച്ച ദിവ്യ വരണം നീ. ഭോവാന സംവാഹി പോനെ പേരിയ ശാരീരികരഥവും നീ. കർത്തൃഹിതത്താൽ തന്മാതാവായി തീർന്നൊരു തരുണി. ബാറക്കുമോല പോല പ്രോവൽ റൂഹോ കാദേശോ ഹാലേലുയ്യ. ദൈവജനനീ കന്യേ നാനാദിശയിൽ നിന്നങ്ങൾ മേലരുന്നോരലകൾ നീക്കണമേ. സർവേശ സവിധം ധൈര്യമുള്ളോരം മേ. തിരുസുതനരുളും ദയയങ്ങളിലാകാർത്തിക്കാം. സൗഖ്യം രോഗാതുരേൽക്കട്ടെ. വിഷമിപ്പോ ആശ്വാസത്തെയും ദൂരസ്ഥർ പ്രത്യാഗമനം മോചനമെങ്ങൾക്കോ. വത്സരർ പന്തിരു സ്നേഹ പ്രാർത്ഥന മൂലം വാഴ്ത്തുക നാഥ കൃപയാലെ. പന്തിരുമാസങ്ങൾ വന്നേറുമാസങ്ങൾ
വന്നിടുക കാലാകാലം വേനൽ വർഷ നന്മകൾ നാഥൻ നൽകട്ടെ വിളഭൂമികൾ വിളവും ഫലമൂലാദികൾ വളരാനായി വാഴ്വേറും വൃഷ്ടിയുമേകണമേ നിർധനരവശ ഭക്ഷിച്ചു നിസ്തുതി പാടട്ടെ തേറ്റൊരു പീഡ കഷ്ടതകൾ ചിന്തിച്ച് ഞാൻ വിസ്മീതനായി ഭാരം കല്ലേറുകളേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചേവ അറിയാതിവരിതു ചെയ്യുന്നു ക്ഷമ നൽകുക നാഥ പ്രതിനേരം തരികൾക്കായി പ്രാർത്ഥിച്ചൊരു നാഥൻ അനുയോജ്യൻ ദാസൻ തൽ പ്രാർത്ഥനയിൽ ചേർക്കണമേ കരുണാമയനേശു നാഥാനിൻ വരവു വരേക്കും സഭയിൽ നിന്നു മക്കളിൽ നിന്നു മോറിനാദ്യ സ്മൃതിമീടരുതേ ദയറാകൾ പള്ളികളിന്നും നാനാദിശയിൽ സ്തുതിയുയരട്ടെ നിൻപേർക്കായി വർദ്ധിതമായെന്നും സ്തുതിയുയരേ ഈറേന്മാർ വൃന്ദം ഭൂവി മനുജ സ്തോത്രവുമർപ്പിക്കും ഭക്തസ്മൃതി വിസ്തൃതമാക്കും തിരുനാമത്തിനായി നാദാമുഖപക്ഷം തെല്ലും നിൻവിധി നേരത്തില്ലാത്തതിനാലീ പാവി ഖേദിക്കുന്നേറ്റം ഭീകരമാം ഗ്രന്ഥത്തിനും നിന്നോടെ നീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപദയ ചെയ്യുക നിൻ കൃപ നീതിയോടർത്ഥിക്കും എൻ കുറ്റം മോചനവും നേടും പാപം ചെയ്ത നിൽക്കുന്നേണ്ടയതോ നണമെന്മേ ന്യായേശൻ നിഷ്കരുണം വിധി ചെയ്തിടും ഇല്ലാതെല്ലാം മുഖപക്ഷം കൈക്കോലിയുമിവിടെ ശോധിതമാം സ്വർണത്തേക്കാൾ രത്നത്തേക്കാൾ ബാഷ്പഗണങ്ങൾ കാണല്ലോ തിരുമോ ബിൽപ്രീതി നാഥയെ കണ്ണീർ കൈകൊണ്ടേ തെൻപാപം കടവും മോചിക്ക കൃപയാരന്മേൽ കനിയണമേ ദയ ചെയ്യുകനാഥ ഞങ്ങൾക്കായി അവതീർണനായി നരനായി തീർന്ന പീഡകളെ ചികരക്ഷിച്ച നാഥാ ദേവേശ ഏതനിലെ യാദാമിൻ പുനരാഗമനം നൽകാനായി ശബ്ദമതാം ഭൂവിൽ നീമേവി നിൻ ശരണേ നിദ്രിതരായി നിന്റെ ഉത്ഥാനം കാംക്ഷിക്കുന്നോരിൽ കന്മഷമെല്ലാം നീക്കണമേ പ്രഭയിൽ ചേർക്കണമേ ഹല്ലേലൂയ ഹല്ലേലൂയ സാദിക്കോ
Moram Chilio del Sonfuso, Nisus Nesmalis Persodmele Hayoso, Daloho, Bevangelion, Gadish Moranish Mashiho, the Mescre Valai. Barakmor Shlomo Lakulko അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion Kadish Namorana Shamishiko Korus Samakinus and Yupanon Sliko Magarson of the Magaresae Furkono Lavalmo വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചില സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. El Sudhaya Logodis Basar Memsulto Kadisto Maria Valende Okano അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ളതായിട്ടുള്ള വാക്യങ്ങൾ. ബാറക്മോർ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പ്രകാരം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളത് എൻ്റെ കൽപ്പനയാകുന്നു. ഒരുവൻ അവൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ വയ്ക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകലവും നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു. ദാസൻ അവൻ്റെ യജമാനൻ എന്ത് ചെയ്യുന്നു എന്നറിയായക കൊണ്ട് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല. എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, എന്നാലോ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലങ്ങൾ നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന സകലവും താൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിവ നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ലോകത്തിൽ നിന്നായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാലോ നിങ്ങൾ ലോകത്തിൻ്റെതല്ല, എന്തെന്നാൽ ഞാൻ ലോകത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ഹേതുവായി ലോകം നിങ്ങളെ പകയ്ക്കുന്നു. തൻ്റെ യജമാനേക്കാൾ വലിയ ദാസനില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം ഓർത്തുകൊള്ളുവീൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം കാത്തുവെങ്കിൽ നിങ്ങളെയും കാക്കും എന്ന് താൻ അരുളി ചെയ്തു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബ്രോൽ റൂഹോ കാദീശോ ശരണത്താലേ നിൻ കൃപയിൽ ജീവസ്വരമതുണർത്തണമേ കബറിനു ധ്യാനത്തിനായി സൗമിൻ കാലസ്കുരിയേലായി സോവാനം നാഥ നിന്റെ അധികാരം തേയാവിടെ ശ്രീവായാൽ
ശബഹോല ബോലെ ബ്രോവൽ ബ്രോഹോ കാദീശോ ഉയർക്കമറിൽ നൽകോ ിരുനാമത്തി എന്നേക്കും ഹല്ലേലൂയ മുറിയോറാഹിൻ മേലൈനോവാദാരേ മാതൃവിശുദ്ധരോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടേണമേ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾ നീവിയ ശ്രീഹർ സഹദേ മാരേ നിങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ കഭയം തന്റെ തുണയേകേണമേ േവത്സലരേ സുതമർമ്മത്തെ വേദം പ്രാവേ ഛാത്രയെല്ലാം സംരക്ഷിപ്പേ നിർമ്മലമാകും വാനവഗാനം കൈക്കൊള്ളുവോനേ ആടിയ സ്തോത്രം കേൾക്കണമെൻപാൽ ദയ ചെയ്യണം മാതൃവിശുദ്ധഘോഷിക്കും ഞങ്ങൾ വേദർക്കാംസൽ പുണ്യം നൽകാ തൽ പ്രാർത്ഥനയാൽ സ്വർഗത്തിൽ ഭൗമിക സഭയിൽ മാതാവീനും ശുദ്ധന്മാർക്കും വിഗതർക്കും നൽ സ്മൃതി വളരട്ടെ ഖദീശത്താൽ ഓഖം ഖദീശനാദ് ഖദീശേ ഖദീശത്ത് ഹൈസോനോ ഹൈലോനോ ദസലീതേ ഖദീശത്തലോ മോയോസോ യോഹബ ഖുദ്ശൽ ഖദീശേ ദസ്ലബുമേ തുലോസാൻ യസറാഹാമേലാ ഖദീശത്താലോഹോ ഖദീശനാദ ഖദീശേ ഖദീശത്ത് ഹൈസോനോ ഹൈലോനോ ഗസലീതേ ഖദീശത്തലോ മോയോസോ യോഹബ ഖുദ്ശൽ ഖദീശേ ദസ്ലബുമേ തുലോസാൻ യസറാഹാമേലാ ഖദീശത്താലോഹം ഖദീശനാദ ഖദീശേ ഖദീശത്ത് ഹൈസോനോ ഹൈലോനോ ദസലീതേ ഖദീശത്തലോ മോയോസോ യോഹബ ഖുദ്ശൽ ഖദീശേ ദസ്ലബുമേ തുലോസാൻ യസറാഹാമേലാ മോറാൻ സറാഹാമേലായി മോറാൻ ബുസ്റാഹേമേലായി മോറൻ കാബൽ ദശ്മശതാൻ വസലാവോസാൻ യസറാഹാമേലാ ശോഭഹോലോ കാലോ ശോഭഹോലോ ഓയോ ശുഭഹോലക മൽക്കം ശീഹുദർ ഹോയലഖാത്തോയ് അബ്ദാക ബാരകമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. ഇതോട് താൻ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുക്രിസ്തു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ, തമ്പുരാന്റമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തിന്റെ സൂക്ഷിക്കണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേലെ കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും നീ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന ഈശ്വരരാവേ, നിനക്ക് സ്തുതി. വാഴ്ത്തുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും പരിശുദ്ധന്മാർക്കായി കാക്ക പേടുമോ ധ്യാന പോകായ് വാനേ വേലി ചോപ്പന്നേർക്കൊന്നേ കടമോ തുണ്ട് ഭയം നാദ നരകത്തിനേറ്റി വാർപ്പിക്കുക നീ ഗീതമോത്ത ിൽ ബാർക്കുമോ രക്ഷകനേ മഹാരാജ സ്തുതി ചെയ്യുന്നേ അനുദാവകാർമുൻ നിൻവാതിൽ തുറന്നിടുന്നു എല്ലാം നന്മയുമേകും ദുനിയാവാനെന്നെ നൽവരമേകി സന്തോഷിപ്പിക്കാൻ മുറിയോരാഹെ മേലൈനുവാദാരേ ഭാവികളോടാദ്യതയുള്ളോനേ നാഥ കാരുണ്യം ചെയ്തേ ദുഃഖം പൂണ്ടോർന്നേ വാതിൽ മുട്ടുന്നു കാരുണ്യത്താൽ നൽകണം യാചനയെ സ്വർഗസ്ഥൻ താതാ പ്രാർത്ഥിക്കും നടിയ
കൈക്കൊണ്ടേ കർമ്മ കാരുണ്യം ചെയ്യുക. മൺമയരാശയുമേ കൈകൊണ്ടീ കർമ്മം കാരുണ്യം ചെയ്യുക. അത്യുന്നതന്റെ മറിഞ്ഞിരിക്കുന്നവനും ദൈവത്തിന് നിഴലിൽ മോത്തപ്പെടുന്നവനുമായ മനുഷ്യ ബാർക്കുമോർ, നീ കർത്താവിനോട് എന്റെ ശരണവും എന്റെ സങ്കേതസ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും നീയാകുന്നു എന്ന് പറയുക. എന്തെന്നാലും വിരുദ്ധത്തിന്റെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുക. അവൻ തന്റെ തൂവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചെറുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റിലും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന സ്ഥലത്തിൽ നിന്നും ഇരുടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഒച്ചയിലൂതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്തുനിന്ന് 1000-ങ്ങളും നിന്റെ വലതു ഭാഗത്തുനിന്ന് 10,000-ങ്ങളും വീഴും. അവർ നിങ്ങളിലേക്ക് അടുക്കിയില്ല, എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള പ്രതിപകരത്തെ നീ കാണും. എന്തെന്നാൽ ഉയരങ്ങളിൽ വാസമാക്കിയ എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കിയില്ല, ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിനായിട്ട് അവൻ തന്റെ മാലാഖമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. ഗോർസോ സർപ്പത്തെയും ഹർമോനോ സർപ്പത്തെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലെടുക്കുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്നെ വലതു കൈകൊണ്ട് നിനക്ക് നിഴലിടും. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ അഹോന്നതിന്റെ മറിൽ കർത്താവേ, നിന്റെ കരുണയുടെ ശ്രേയം കഴിയും ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്തുതിക്കപ്പെട്ട രാജാവ് നീയാവുന്നു. രക്ഷകനായ ശിക്ഷയാ നിരപ്പേറപ്പെട്ട സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹോമരവുമായ ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണം. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബാന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടുകൂടിയിരിക്കുന്ന ആളുകളൊക്കെയും നിന്റെ വലതയുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ നിരപ്പ് ഞങ്ങളുടെ ഇടയിൽ വാഴ്മാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണം രക്ഷ ചെയ്യണമേ. സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ ഇടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്ത് നിന്ന് വാഴ്ത്തപ്പെട്ടതാകുന്നു. ബഹുമാനം നിന്റെ സ്ഥാനത്ത് നിന്ന് വാഴ്ത്തപ്പെട്ടതാകുന്നു. ബഹുമാനം നിന്റെ സ്ഥാനത്ത് നിന്ന് വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധി മഹത്വമുള്ളവനുമാകുന്നു. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിശ്വാസത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരത്തിൽ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട്
ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായാൽ ദൈവമാതാവ് വിഷ്ണുകന്യയാൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയ പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിനോട് വലത്തുഭാഗത്ത് ഇരുന്നവനും ജീവനുള്ളവയും മരിച്ചവരെയും വരുവാനായിട്ട് തൻ്റെ വലതുഭാഗത്തോടുകൂടി ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീകന്മാരും മുഖാന്തിരം സംസാരിച്ചവരുമായി ജീവിതം വിശുദ്ധിയുമുള്ള ഏകറുവായാലും കാതോലികവും സലികവുമായ വിശുദ്ധ പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഒരു ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിന്റെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്തുതിയോട് രാജമകൾ ഹാലേ ലോയ്യായോ ഹാലേ ലോയ നിൻ വലഭാഗേ രാജഭാമിനിയും നിന്നഴകരജന്മോഹിപാൻ ഹാലേ ലോയ്യായോ ഹാലേ ലോയ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും ശുഭഹോല ബോല പ്രോബൽ റോഹോ കാദേശ മൂലം വാദാമുൽമൂലം ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ ഞങ്ങളിൽ അലിവാൻ പക്കലപേക്ഷയട കേണം സൗമൻ കാലസ്കുരിയായി സ്വീകരണം നേടി ദൈവത്തെ മാതാവാം ഈശ്വരിശാപത്തെ നീക്കിയ കന്യകയെ ശാന്തി ക്ഷേമങ്ങൾ സഭയിലുമേങ്ങും വാണി ദാനേകാത്മജനോ ഡാഭ്യതീകേണമേ പാർക്കുമോ ഏറ്റിടുവാൻ നീയേ സ്തോത്ര മുറിയോറാകെ മേലൈനോവാനേശോ കുരിശം മാതൃജനത്തിൽ പ്രാർത്ഥനയും അടികളെയും കോപത്തിൽ വടികളെയും തളർത്തിടുമേ നയവാൻ ഹാലേലൂയ വളരും അവൻ ലബനോനകാരകിൽ വർദ്ധിക്കുമവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ
ബുലബ്രോവൽ റൂഹു കാദിശോ അൻമോലം വാദമൽമോലം വൽമീനമേ ബോലിംഗ മൊറേലിയ സ്ത്രീസോ ഉണ്ടേ മേലും നീനോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നീ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി സോമൻ കാലസ്കുലിയായി സോൻ മോർ പ്രാർത്ഥനയും സമയമീതല്ലോ മോർ പെത്രോസ് പൗലോസ് പതിവിൻപടി നീ കൂടുതലായി പ്രാർത്ഥിക്ക എപ്പോഴും നീ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നേ ആടുകളെ മോശെ പാത്ര കൈവാടേണം പാർക്കുമോ വരീച്ചൊരു താതന്യം മോറിജനാത്തിയോസിനോമയെ ബഹുമാനിച്ച സുദന സ്തോത്ര നിന്നെ മോളി ചൂടിടുന്ന ബ്രൂഹാവന്നിൽ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കർത്താവോട് അടികളെയും കോപത്തിൽ വടികളെയും നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസുന്ദാവീതിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും ഭക്ത്യാമാത്മകായിൽ പരിചരിച്ചെന്നാചാര്യാരേ പരമാനന്ദദേശത്തിൽ പരിജോടീരെ ചേർക്കട്ടെ ബാരക്കുമോ വീടല്ലേ സോനുനാഥ ശുശ്രൂഷകരം വൈചാരികരെ ഉയർത്തി വലിയൊരു നാളീകൾ അവർക്ക് ഗണമേ മുഖകാന്തി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടികർത്താവിനാൽ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ സന്ധ്യാപ്രാർത്ഥന ഞങ്ങളോടുകൂടി സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസികളായ ഞങ്ങൾ മരിച്ചുപോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനവും കുറവുള്ളവുമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന തിരുമുമ്പാകെ കേൾക്കപ്പെട്ട് അംഗീകാര യോഗ്യവുമാക്കി തീർക്കുമാറാകണമേ.
روح قادش وحشو وبقول اسبان له الامين Amin. Ngurelaizon, ngurelaizon, ngurelaizon. مران سرحملين شبولك مران സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വസത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടന്ന പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നിലേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എന്റെ ഉദരഫലമായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തിനാമേ. ആമേൻ. വത്സല്യമുള്ളവരെ, സന്ധ്യാപ്രാർത്ഥന സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പരിശുദ്ധ ദേവാലയത്തിൽ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്നും നാളെയുമായി നമ്മുടെ പരിശുദ്ധ ഇടവക മഹാവിശുദ്ധനായ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസുർദ്ദീൻ ബാവായുടെ ഓർമ്മ പെരുന്നാൾ 93ാമത് ദുഃഖ്രോനോ പെരുന്നാൾ ആചരിക്കുന്നതായി സമയമാണല്ലോ. കാലം ചെയ്ത പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനി മിത്രാപോലിത്തയായി മലങ്കരയിൽ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ആസ്ഥാനമായി അദ്ദേഹം പണി കഴിപ്പിച്ചതായ ഈ പരിശുദ്ധ ദേവാലയം പുണ്യവാനായ മോർ ഏലിയാസുർദ്ദീൻ ബാവായുടെ നാമധേയത്തിൽ ഇത് സ്ഥാപിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിശുദ്ധ ഇടവകയ്ക്ക് ആ വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുവാൻ അത് മുഖാന്തരം അവസരമുണ്ടാവുകയും ചെയ്തത് നന്ദിയോടെ ഓർക്കുകയും അതിന് കാരണബോധനായി ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രത്യേകമായി ഈ സമയത്ത് വണങ്ങുകയും ബാവായെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നമുക്ക് ഈ സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും തുടർന്നുള്ളതായ സമയം അല്പസമയം ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാനുമുള്ളതായ അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നാളെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് മോർ ഇഗ്നാത്തിയോസ് ബാവായുടെ നാമത്തിലുള്ള കുരിശുതൊട്ടിയിലേക്കുള്ള ആ പ്രദക്ഷിണം നടത്തപ്പെടുന്നതാണ്. ഇന്ന് വൈകുന്നേരത്തെ ആ ക്രമീകരണം മാറ്റി അത് നാളെ കുർബാനാനന്തരം നടത്തുവാനുള്ളതായ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹീതമായ നേതൃത്വം നമുക്ക് നൽകിയ ഇടവകയിലെ വൈദികര്, ഏറ്റവും വന്ദ്യനായ തോമസ് വർഗീസ് കോറബിസ്കോപ്പ അച്ഛൻ, ഏറ്റവും ബഹുമാനപ്പെട്ട ചെറുവുള്ളിൽ സാജു കോറബിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട ചെറുവുള്ളിൽ എൽദോസ് അച്ഛൻ, എല്ലാ വൈദികരോടുമുള്ളതായി നന്ദി അറിയിക്കുമ്പോൾ ഇന്ന് നമുക്ക് സന്ദേശം നൽകുവാനായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഭദ്രാസനത്തിൽപ്പെട്ട കിഴക്കേ കുന്നയ്ക്കാൽ സെന്റ് ജോർജ് തൃക്കുന്നത്ത് സഹിയോൻ യാക്കോബായി സുറിയാനി പള്ളി ഇടവക അംഗം ഏറ്റവും ബഹുമാനപ്പെട്ട ബിനു അച്ഛനാണ്. ചില ദൈവത്തിൻ്റെ വചനം ആഴമായി സംസാരിക്കുകയും പ്രത്യേകിച്ച് വീട്ടൂരുള്ളതായ അഭിയുന്നനായ മോർ തീമോഥെയോസ് തിരുമേനിയുടെ കീഴിൽ നടക്കുന്ന ആത്മീയമായ ശുശ്രൂഷകളിലും സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിലും എല്ലാം സജീവമായി പങ്കെടുക്കുന്ന ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ബിനു അച്ഛൻ. ഞാൻ കുന്നയ്ക്കാല് പടിഞ്ഞാറെ വലിയ പള്ളിയിൽ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ടുള്ളതായ ആ സൗഹൃദം അന്നു മുതൽ അത് നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. നമ്മുടെ ഇടവകാംഗം ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനാണ് ഇപ്പോൾ ആ പള്ളിയിലെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്നത്തെ സന്ധ്യയിൽ പെരുന്നാളിൻ്റെ സന്ദേശം നൽകുവാൻ ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ചേർന്നിരിക്കുക. അരമണിക്കൂർ സമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പെരുന്നാളുമായിട്ടുള്ള ബന്ധത്തിൽ അച്ഛൻ നമ്മോട് സംസാരിച്ച്
നമ്മെ അനുഗ്രഹിക്കും. അച്ഛനെ ഇപ്പോൾ വിനയപൂർവ്വം ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അതുപോലെ എത്രയും സ്നേഹം നിറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന തോമസ് കോർപ്പിസ്കോപ്പി അച്ഛൻ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ എപ്പോൾ കണ്ടാലും ഒരു തമാശയെങ്കിലും പറയാതെ ചിരിപ്പിക്കാതെ എന്നെ ചിരിപ്പിച്ചു വിടുന്ന ഒരു മകനെ പോലെ കരുതുന്ന സാജു കോർപ്പിസ്കോപ്പി അച്ഛൻ, ഈ പള്ളിയിലെ വികാരി വർഗീസ് അച്ഛൻ പറഞ്ഞതുപോലെ കുന്നക്കപ്പള്ളിയിൽ കടന്നു വന്ന നാൾ മുതൽ ഒരു മകനെ പോലെ എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് സഹകരിപ്പിച്ച് ഇതുവരെയും മുന്നോട്ട് നീങ്ങി വർഗീസ് അച്ഛൻ. അതോടൊപ്പം തന്നെ എൻ്റെ വികാരിയായിരിക്കുന്ന എൽദോസ് അച്ഛൻ ശക്തിയോടെ ഞങ്ങളുടെ ദേവാലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന സിസ്റ്റർമാർ, ഇവിടെ വന്നിരിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ പരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ പാത്രികീസ് ബാവയുടെ ഓർമ്മകൾ കുരിശു പള്ളികൾ മുതൽ, അതുപോലെ തന്നെ പള്ളികൾ മുതൽ ഓരോ ആലയങ്ങളിലും അതെ പരിശുദ്ധൻ്റെ ഓർമ്മ നാം കൊണ്ടാടി വരികയാണ്, ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധനെ നാം ഇങ്ങനെ ആചരിക്കുന്നത്, കൊണ്ടാടുന്നത്? ഈ പരിശുദ്ധൻ ഈ മലങ്കരയിലേക്ക് വന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആരാധന ക്രമീകരണങ്ങൾ നമുക്ക് ഉണ്ടായത്. അന്ത്യോക്യയിൽ സിറിയയിൽ വെച്ച് മലങ്കരയിലെ മക്കളോടുള്ള പ്രിയമുള്ള മക്കൾ അതേ വളരെ പീഡയുടെ നടുവിലും, അതുപോലെ തന്നെ മലങ്കരയുടെ മക്കൾ വിശ്വാസം ശോധനപ്പെടുന്ന സമയത്ത് ഈ മലങ്കരയിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, ഇപ്പോൾ വാർദ്ധക്യമാണ്, അസുഖങ്ങളുണ്ട്, അങ്ങോട്ട് പോകരുതെന്ന് തടഞ്ഞപ്പോൾ നമ്മെ പ്രതി, നമ്മുടെ സ്നേഹത്തെ പ്രതി ഈ മലങ്കരയിലേക്ക് കടന്നു വന്ന് നമുക്ക് ആരാധനകൾ ക്രമീകരിച്ച് പ്രിയമുള്ളൊരു ദൈവത്തോട് അടുപ്പിക്കുവാൻ ആ പരിശുദ്ധ പിതാവ് തയ്യാറായി. ആ പരിശുദ്ധ പിതാവ് മലങ്കരയിലേക്ക് കടന്നു വന്ന് ഒരു മെഴുകുതിരിയെ പോലെ സ്വയം കത്തി എരിഞ്ഞു തീർന്നു. പ്രിയമുള്ളവരെ, നാം മധുപകയിൽ അതുപോലെ തന്നെ ആരാധന തുടങ്ങുമ്പോൾ മെഴുകുതിരി കത്തിച്ചാണ് ആരാധന ആരംഭിക്കുന്നത്. എന്തിനാണ് ഈ മെഴുകുതിരി കത്തിക്കുന്നത് എന്ന് പലർക്കും ചിന്തയില്ല. എന്തിനാണ് ഈ മെഴുകുതിരി കത്തിക്കുന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ആ മെഴുകുതിരി ഉരുകി സ്വയം ശൂന്യവൽക്കരിച്ച് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുന്നത് പോലെ ഈ പരിശുദ്ധ പിതാവ് ഇവിടേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി എരിഞ്ഞ് നമുക്ക് പ്രകാശമായി തീർന്നു ആ പരിശുദ്ധൻ. അതുകൊണ്ട് ഈ പെരുന്നാളിലൂടെ ആ പരിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതുപോലെ തന്നെ അവന്റെ മക്കളായ നാം അങ്ങനെയായി വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ദൈവവചനം ഇങ്ങനെ പറയുന്നു. ആ വിശുദ്ധന്മാരെ ഓർക്കണമെന്ന് എബ്രായ ലേഖനകർത്താവ് 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവിടെ വിശ്വാസം അനുകരിപ്പിനെന്ന്. ഈ കാലഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ശോധന ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവിനെ ഓർക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. അത് ദേശത്തിന് അനുഗ്രഹമാണ്, അത് കുടുംബത്തിന് അനുഗ്രഹമാണ്, അത് വ്യക്തി ജീവിതങ്ങൾക്ക് അനുഗ്രഹമാണ്. ആ പരിശുദ്ധനെ ഓർക്കുക എന്നുള്ളതുണ്ട്. ആ പരിശുദ്ധൻ നമ്മളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നാം ആ പരിശുദ്ധനെ പോലെ ഓരോ വിശുദ്ധനായി തീരുക, ഓരോ വിശുദ്ധവതിയായി തീരുക എന്നതാണ് ഈ പെരുന്നാൾ കൊണ്ട്
ദൈവം ആഗ്രഹിക്കുന്നത്, പിതാക്കന്മാർ ആഗ്രഹിക്കുന്നത്, വിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പെരുന്നാളുകൾ ഇങ്ങനെ കടന്നു പോകുന്നു. എന്തിനാണ് പെരുന്നാൾ ഇങ്ങനെ സംബന്ധിക്കുന്നത്, ഇങ്ങനെ കടന്നു വരുന്നത്, ഇങ്ങനെ നടത്തുന്നത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം മറന്നുകൊണ്ട് ഇന്ന് മനുഷ്യൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ 2025 2-ാം മാസത്തിലെ 8-ാം തീയതി ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, പ്രിയമുള്ള നമ്മളുടെ ജന്മം മുതൽ ഇന്ന് വരെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പലരും ഈ ഭൂലോകത്തിൽ ഇന്നില്ലാതെ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു പോയി. എങ്കിലും ഒരു വർഷം കൂടി 2025 2-ാം മാസത്തിലെ 8-ാം തീയതി നമുക്ക് ഈ പരിശുദ്ധന്റെ പെരുന്നാൾ ആചരിക്കുവാൻ, ഈ പെരുന്നാൾ കൊണ്ടാടുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ ദൈവം ആയുസ് ദീർഘമായി തന്നിരിക്കുന്നത്? എന്തിനാണ് ഈ ദൈവം ബലം തന്നിരിക്കുന്നത്? ഈ ദൈവം എന്തിനാണ് ആരോഗ്യം തന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ പെരുന്നാൾ സംബന്ധിച്ചവരാണെന്ന് എനിക്കറിയാം. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ സംബന്ധിച്ചതുപോലെ സംബന്ധിക്കാനല്ല, ഈ 2025 പെരുന്നാൾ കൊണ്ട് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്, ഈ പിതാവ്, പരിശുദ്ധ പിതാവ് നമ്മിൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഇഷ്ടപ്പെടുന്നത് ആ പിതാവിനെ പോലെ അതേ നാം ഒരു വിശുദ്ധനായി തീരണം ഈ പെരുന്നാൾ മുഖാന്തരം. അതിനു വേണ്ടിയിട്ട് ആ പിതാവിനെ വിളിച്ച, ഏലിയാസ്തൃതിയും പത്രിസ്വാവി വിളിച്ച, നമ്മുടെ പിതാക്കന്മാരെ വിളിച്ച, നമ്മുടെ വിശുദ്ധന്മാരെ വിളിച്ച, നമ്മുടെ സഹോദരന്മാരെ വിളിച്ച എൻ്റെ കർത്താവായ യേശു ക്രിസ്തു 2025 ഈ പെരുന്നാളിൽ, ഏലിയാസ്തൃതിയും പത്രിസ്വാവിയുടെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് 1 തെസ്സലോനിക്ക ലേഖനത്തിലൂടെ 7-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലൂടെ ഇങ്ങനെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നു. അതെ, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കായിട്ടല്ല, വിശുദ്ധിക്കായിട്ടത്രേ ദൈവം വിളിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവം എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ പെരുന്നാളിലൂടെ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പെരുന്നാൾ മുഖാന്തരം നാം ഒരു വിശുദ്ധനായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ചത്. എന്നാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചിരിക്കുന്നതെന്ന് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അത് 49-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാങ്ങൾ വെളിപ്പെടുത്തിയാണ്. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്നാണ് വേർതിരിച്ചിരിക്കുന്നത്, എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിടെ രേഖപ്പെടുത്തുകയല്ല. ഇന്നും ഇന്നലെയുമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടറിഞ്ഞ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കൂട്ടുകാർ കാണുന്നതിന് മുമ്പ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ കണ്ടറിഞ്ഞ് വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. പോരാൻ പ്രിയമുള്ളവരെ, നമ്മുടെ ബന്ധുമിത്രാദികൾ കാണുന്നതിന് മുമ്പ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി യെശയ്യാ പ്രവാചകന്റെ വാചകം കടമെടുത്തുകൊണ്ട് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം പിതാവ് കാണുന്നതിന് മുമ്പ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. പോരാൻ പ്രിയമുള്ളവർ, ഒരിക്കൽ കൂടി കടത്തി പറഞ്ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം മാതാവ് കാണുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ച് വേർതിരിച്ച് 2025 2-ാം മാസത്തിലെ 8-ാം തീയതി നമ്മെ നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ സന്നിധിയിൽ ഒരു വിശുദ്ധരും നിഷ്കളങ്കരുമാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ,
എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് അത് നിങ്ങൾ പെരുന്നാളിൽ സംബന്ധിച്ചവരാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അങ്ങ് 10, 20, 30, 40, 50, 60, 70 വയസ്സായവർ എൻ്റെ മുമ്പിലുണ്ട്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഈ പിതാക്കന്മാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്ക് നിനക്കും ഉയരാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ എനിക്ക് നിനക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് എവിടെയും തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, വിശുദ്ധി തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വിശുദ്ധി തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒത്തിരി ഒന്നും ഞാൻ കടന്നുപോയി വിസ്തരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യുവതലമുറ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു മാറി പ്രിയമുള്ളവരെ ദേശത്തിന് ഒരു ഭാരമായിരിക്കുകയാണ്, മാതാപിതാക്കൾക്ക് ഒരു ഭാരമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ അംഗങ്ങൾക്ക് ഇന്ന് യുവതലമുറ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ വിശുദ്ധി അവിടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യുവതലമുറയുടെ ഇടയിൽ. വീണ്ടും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, പ്രായമായവരുടെ ഇടയിലും ഇന്ന് വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ഇടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും ഇടയിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വിശുദ്ധി കാണാൻ ഇന്ന് സാധിക്കാത്ത അവസ്ഥയിൽ തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അശുദ്ധി കൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശാന്തമായി ചിന്തിക്കുക പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധിയോടെ ആരാധന നടത്തുവാൻ, ഒരു വിശുദ്ധിയോടെ ഇന്ന് പെരുന്നാൾ ആശീർവാദം കഴിഞ്ഞ് മടങ്ങിപ്പോവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ 2025 പെരുന്നാൾ നമുക്ക് ദൈവം ധനമായി തന്നിരിക്കുകയാണ്. ഈ പരിശുദ്ധനെ ഓർക്കാൻ ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹപ്രദമായി തീരണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം. നമ്മുടെ മക്കൾ, പ്രിയമുള്ളവർ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, വിദ്യാഭ്യാസ രംഗങ്ങൾ എല്ലാം അനുഗ്രഹപ്രദമായി തീരണം. അതിന് എന്ത് ചെയ്യണം? ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വിശുദ്ധിയിലേക്ക് നാം കടന്നു വരണം പ്രിയമുള്ളവരെ. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ്, യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രികാലം വിളിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പെരുന്നാളിൽ സംബന്ധിക്കാൻ വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും വിരൽ ചൂണ്ടിക്കൊണ്ട് വിളിക്കുകയാണ്. വരുവീ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞി പോലെ ആക്കി തീർക്കാം. കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഈ പെരുന്നാൾ അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ ഈ വിളിക്കനുസരിച്ച് നാം മുന്നോട്ട് നീങ്ങാൻ പ്രിയമുള്ളവരെ. ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വിളിക്കാൻ സൗകര്യങ്ങൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ള നമ്മുടെ കയ്യിലുണ്ട് പ്രിയമുള്ളവരെ മൊബൈലുകൾ, പല വിധത്തിലുള്ള മൊബൈലുകൾ. പ്രിയമുള്ളവരെ, വിളിക്കാൻ സൗകര്യങ്ങൾ. ആ വിളിക്കനുസരിച്ചൊക്കെ ആരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവരൊക്കെ പാപത്തിലേക്ക് ചെന്ന് നിബന്ധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ഇവിടെ വിളിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാ വിളിക്കുകയാണ്, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കടും ചുമപ്പായി എന്നാലും ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞി പോലെ ആക്കി തീർക്കാം. എന്താണ് രക്താംബരം? അംബരം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്. ഒരു വെള്ള വസ്ത്രം ഞാനിവിടെ രക്തത്തിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഭയാനകമായിരിക്കും. കാരണം അത് രക്തത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പാപത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പരിശുദ്ധൻ്റെ പെരുന്നാൾ സംബന്ധിക്കാൻ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളെ ഈ 2025 ഈ 2-ാം മാസത്തിൽ 8-ാം തീയതി നിങ്ങൾ അനുഗ്രഹിക്കാനായിട്ട് യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുകയാണ്. നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ആയിരുന്നാലും അതേ പഞ്ഞി പോലെ ആക്കി തീർക്കാം. കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഇത്ര നാൾ മുതൽ, ജന്മം മുതൽ ഈ സമയം വരെയും എൻ്റെ കർത്താവായ
കർത്താവായ യേശു ക്രിസ്തു ഈ ദേശത്തിൽ നാം അധിവസിക്കുന്നിടത്ത്, നാം പാർക്കുന്നിടത്ത്, നാം താമസിക്കുന്ന വീട്ടിൽ ഒത്തിരി നന്മകൾ എൻ്റെ ദൈവം ഇട്ട് തന്നിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പറ്റാത്തവരായി ഈ 2025 2-ാം മാസത്തിൻ്റെ 8-ാം തീയതി ഇന്ന് ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ അനുഗ്രഹം അനുഭവിപ്പാൻ വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ, ഈ വാക്ക് കേട്ടനുസരിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും. അതിനു വേണ്ടിയിട്ട് വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ വിശുദ്ധനാക്കാൻ മതിയാവനാ. കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നാം ഒരിടത്ത് താമസിക്കുമ്പോൾ അതിനു മുമ്പ് എൻ്റെ കർത്താവായ യേശു നമുക്ക് വേണ്ടതെല്ലാം അവരെ ഇട്ട് തന്നിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കും നാം കാണാൻ സാധിക്കുന്നു. ആദ്യം പ്രിയമുള്ളവരെ, അതെ, ആ ഏദൻ തോട്ടം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആദാമിനെ ഹവ്വായും സൃഷ്ടിച്ചത്. എന്തിനാണ്? താൻ സൃഷ്ടിച്ച സൃഷ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. അതുകൊണ്ട് അവന് വേണ്ടതെല്ലാം ആദ്യം സൃഷ്ടിച്ചു. ഏദൻ തോട്ടം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ആദാമിനെ സൃഷ്ടിച്ച് അങ്ങോട്ടാക്കുകയാണ്. തൻ്റെ മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ എൻ്റെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാം ആയിരിക്കുന്ന ഇടത്ത് നമുക്ക് വേണ്ടുന്ന നന്മകളുണ്ട്, വേണ്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ഒരിടത്തേക്കും ഓടിപ്പോകണ്ട. ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു ദൈവ മക്കൾക്ക്, ദൈവ മകന് പ്രിയമുള്ള വേണ്ടുന്നതെല്ലാം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടനുസരിക്കാത്തോണ്ടാ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. എൻ്റെ കയ്യിൽ ഒരു സമ്മാനമുണ്ടെന്ന് വിചാരിക്കട്ടെ. ഈ സമ്മാനം നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ, ഈ സമ്മാനം മേടിക്കാൻ ഞാൻ വിളിക്കുമ്പോൾ, വരാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നടന്നാൽ എനിക്കൊരിക്കലും ഈ സമ്മാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ ദൈവവും നാമുമായിട്ട് ഭിന്നിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാൻ്റെയും പുൽത്തൊട്ടി അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. തൻ്റെ ജനത്തെ നോക്കിക്കൊണ്ട് ദൈവം വിലപിക്കുകയാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ജനത്തെ നോക്കിക്കൊണ്ട്, നമ്മയും നോക്കിക്കൊണ്ട് ഈ ദൈവം വിലപിക്കുകയാണ്, കരയുകയാണ്. എന്തുകൊണ്ട്? നമ്മെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും സകല മൃഗങ്ങളെയും എൻ്റെ ദൈവം വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം അങ്ങനെയല്ല സൃഷ്ടിച്ചത്. വാക്കുകൊണ്ടല്ല നമ്മെ സൃഷ്ടിച്ചത്. പിന്നെ ഏദം സോയിന്ന് മണ്ണെടുത്ത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ മെനഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മെനഞ്ഞു. പ്രിയമുള്ളവരെ, തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, അവൻ്റെ കരം തൊടാത്ത ഒരു ശരീരാവയവും നമ്മുടെ ശരീരത്തിലില്ല. അത്രയും ശ്രേഷ്ഠമായ വിധത്തിൽ, അത്രയും മനോഹരമായ വിധത്തിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സൃഷ്ടിച്ചിരിക്കുക. പക്ഷേ ഈ സൃഷ്ടിയെ നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഓ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, എന്നെ അറിയുന്നില്ല. ഈ നാളുകളിൽ ഈ ദൈവത്തെ അറിയാതെ, ഒരു വിശുദ്ധ ജീവിതം കാഴ്ചവെക്കാതെ, പ്രിയമുള്ളവരെ, പലതിലും നാം സമ്മതിച്ചെങ്കിൽ ഈ രാത്രികാലം ദൈവം ആഗ്രഹിക്കുന്നു. ഈ പെരുന്നാളിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം കയറി ചെല്ലാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധൻ ആഗ്രഹിക്കുന്നു. തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും കളങ്കരുമാകുക. അതിനുവേണ്ടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കന്യകയിൽ ജാതം ചെയ്തു. 33.5 തിരുവയസ്സുള്ളവനായി കാൽവറിയിലേക്ക് നടന്നെടുത്ത് എനിക്ക് നിനക്കും വേണ്ടി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവസാനത്തെ തുള്ളി രക്തം ഊറ്റിത്തന്നു. അങ്ങനെ തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ
നീക്കിക്കളഞ്ഞു. ഫിലിപ്പിയ ലേഖനം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്നും വിചാരിക്കാതെ ദാസ്യരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെപ്പോലെ ഒരുവനായി. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോട് ഒപ്പമായിരുന്നവൻ, ദൈവമായിരുന്നവൻ, അതേ ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ നാം ആയിരിക്കുന്ന ചെറ്റുകുഴിയിലേക്ക് എൻ്റെ പ്രാണപ്രൻ ഇറങ്ങി വന്നു. അതേ ദാസ്യരൂപമെടുത്തു, വേഷത്തിൽ നമ്മെപ്പോലെ ഒരുവനായി, വേഷത്തിൽ നമ്മെപ്പോലെയായി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നമ്മെപ്പോലെ ഒരുവനായി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്തിനാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പ്രിയമുള്ളവരെ കടന്നു വന്ന ഈ അതേ അവസാന തുള്ളി രക്തം വരെ മൂറ്റിത്തന്നതിന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഒരു വിശുദ്ധനായി തീരാൻ, ഒരു വിശുദ്ധവതിയായി തീരാൻ. പ്രിയമുള്ളവരെ, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഈ ലോകത്തിലെ നേതാക്കന്മാർ മരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ അവിടെയുള്ള ഒരു കറുത്ത കൊടി കുത്തും. എന്നാൽ എൻ്റെ കർത്താവായ യേശു മരിച്ചപ്പോൾ ലോകരക്ഷകനായതുകൊണ്ട് അവൻ മരിച്ചപ്പോൾ ലോകം മുഴുവനും കറുത്ത കൊടി കുത്തി ഇരുണ്ടുപോയി ഭൂമി. പ്രിയമുള്ളവരെ, ഇരുണ്ടുപോയി, ലോകം മുഴുവനും ഇരുട്ടിലായി. എന്തിനാണ്? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ്, ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ വിശുദ്ധി തരാനാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് നൽകിയിരിക്കുന്ന സമയത്തിൽ നിർത്തുന്നു. അതെൻ്റെ യേശു ക്രിസ്തു മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനാണ്? ഒരു വിശുദ്ധനായി തീരാൻ, ഒരു വിശുദ്ധവതിയായി തീരാൻ. പ്രിയമുള്ളവരെ, പെരുന്നാൾ മുഖാന്തരം ഈ പിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള പെരുന്നാളുകൾ നമ്മുടെ സഭയിൽ മാത്രമേ ഉള്ളൂ. മറ്റ് ഇതര സഭകളിൽ ഇങ്ങനെയുള്ള പെരുന്നാളുകളും ഇങ്ങനെ കൂടിവരുകളും ഒന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർക്ക് വളരെയധികം കാഴ്ചപ്പാടുണ്ട്. കാരണം ആ പിതാക്കന്മാർ എത്തിയിരിക്കുന്ന, അത് പരിശുദ്ധ എലിയാസ്ത്രീം പാത്രിക സഭ എത്തിയിരിക്കുന്ന ആ നിത്യതയിൽ എൻ്റെ മക്കൾ കടന്നു വരണം, എൻ്റെ മക്കൾ കടന്നു വരണം. അതിനു വേണ്ടിയിട്ടാണ് ആ പരിശുദ്ധൻ പല ത്യാഗവും സഹിച്ച്, പ്രിയമുള്ളവരെ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് കടന്നു വന്നത്. എൻ്റെ മക്കൾ എൻ്റെ സന്നിധിയിൽ കടന്നു വരണം, ആ നിത്യതയിൽ സ്വർഗത്തിൽ യേശുവിൽ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് തീരുമാനമെടുക്കാം. ഈ പെരുന്നാൾ മുഖാന്തരം പരിശുദ്ധൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ ജീവിച്ചു കൊള്ളാം. അടുത്ത വർഷത്തെ പെരുന്നാൾ ആർക്കൊക്കെ ലഭിക്കുമെന്ന് അറിഞ്ഞുകൂടാം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുക്കാം. ഈ 2025 പെരുന്നാൾ, കർത്താവേ, നീ എനിക്ക് ദാനമായി തന്നതാണ്. അതുകൊണ്ട് ഈ പെരുന്നാൾ ഈ പിതാവിനെ ഞാൻ സന്തോഷിപ്പിച്ച്, അത് കഴിഞ്ഞ വർഷങ്ങളിൽ കൂടിയ പെരുന്നാൾ പോലെയല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ സംബന്ധിച്ചപ്പോൾ മടങ്ങിപ്പോയപ്പോൾ അങ്ങയെ വേദനിപ്പിച്ച്, വിശുദ്ധിയില്ലാതെ ഞങ്ങൾ പെരുന്നാളെ സംബന്ധിച്ച് അങ്ങയെ വേദനിപ്പിച്ച് കടന്നുപോയെങ്കിൽ ഈ പെരുന്നാൾ അതെ സ്വർഗം സന്തോഷിക്കുന്ന വിധത്തിൽ, എലിയാസ്ത്രീം പാത്രിക സഭ സന്തോഷിക്കുന്ന വിധത്തിൽ ആയി മുന്നോട്ട് നീങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ പെരുന്നാൾ എല്ലാ മംഗളങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് അവസരം തന്ന കൊറപ്പിസ്കോപ്പ അച്ഛന്മാരോടും വികാരി അച്ഛന്മാരോടും അതുപോലെ സിസ്റ്റേഴ്സ്മാരോടും അത് ശുശ്രൂഷക്കാരോടും എല്ലാവരും നന്ദി പറയുന്നു. ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അനുഗ്രഹീതമായ പെരുന്നാൾ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട ബിനുവച്ചനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുകയും സുനിൽ കൂടെ കേട്ടതായ ആഴമാർന്ന അനുഗ്രഹീതമായ ചിന്തകൾ പെരുന്നാളിൻ്റെ രാത്രിയിൽ നമ്മെ ഭരിക്കുവാനും പാപത്തെ വിട്ടകന്ന് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന്
വിശുദ്ധമാർന്നൊരു ജീവിതം നയിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ ഇപ്പോൾ പരിശുദ്ധ ബാവായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന മദ്ബഹായിൽ നടത്തും. അത് കഴിയുമ്പോൾ സ്ലീബാമുത്തി വഴിപാടർപ്പിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതായ സമയത്ത് എല്ലാവർക്കും നെയ്യപ്പം നേർച്ചയും അതുപോലെ കാപ്പിയും ക്രമീകരിച്ചിട്ടുണ്ട്. അത് വഴിപാടായിട്ട് നടത്തുന്നത് നെടുങ്ങോട്ടിൽ ബെന്നി വർഗീസും കുടുംബവുമാണ്. നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവും സെൻട്രൽ സ്കൂളിൻ്റെ മുൻ ഹെഡ് മാസ്റ്ററുമായിരുന്ന പ്രിയപ്പെട്ട നെടുങ്ങോട്ടിൽ ബെന്നി വർഗീസും കുടുംബവുമാണ് ആ വഴിപാട് നൽകുന്നത്. എല്ലാവരും അത് വാങ്ങി കഴിച്ച് പ്രാർത്ഥനയോടെ പിരിയുവാനായിട്ട് ഓർപ്പിക്കുന്നു. നാളെ രാവിലെ 6:45 പ്രഭാത പ്രാർത്ഥനയും 7:45 വിശുദ്ധ കുർബാനയും ആരംഭിക്കും. 10 മണിയാകുമ്പോൾ മോർ ഇഗ്നാത്യോസ് കുരിശും തൊട്ടിയിലേക്കുള്ളതായ പ്രദക്ഷിണം. അത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൈമൂത്തി ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും പാച്ചോർ നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. കാവനാൽ പ്രിയപ്പെട്ട KP ബെന്നിയും കുടുംബവുമാണ് പാച്ചോർ നേർച്ച ക്രമീകരിച്ചിരിക്കുന്നത്. അത് വാങ്ങി പ്രദർശനത്തിൽ പങ്കുകൊള്ളുകയും മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും പതിവ് പോലെ കഞ്ഞിയും ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർപ്പിക്കുന്നു. ഈ വിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാൾ 100 രൂപ ഷെയർ എടുത്താണ് നമ്മൾ നടത്തുന്നത്. എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഷെയറുകൾ എടുത്ത് ഈ പെരുന്നാളിൽ സഹകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും ഷെയറുകൾ എടുക്കുവാനായിട്ടുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ഷെയർ എടുക്കുവാനായിട്ട് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇപ്പോൾ ബാവായോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന മദ്ബഹായിൽ നടത്തുന്നു. Barkmor Chubahola Bolabro Valrugo Kadisho Arunevane തൻ്റെ ആയുഷ്കാലമൊക്കെയിലും സുഹൃത ജീവിതത്തിൽ ലോകത്തെമ്പാട് ലൗകിക സുഖങ്ങളെ പരിത്യജിക്കുകയും എർമയായും ശമൂവേലിനെയും പോലെ ശയിച്ചു മുതലേ കർത്തൃശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുകയും ധന്യമായ ജീവിതം കൊണ്ടും ദൈവിക രഹസ്യങ്ങളിലുള്ള അഗാധമായ പരിജ്ഞാനം കൊണ്ടും മഹാപ്രധാനാചാര്യത്വത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് വിളിക്കപ്പെടുകയും മോശിയും അഹ്റോനെയും പോലെ തൻ്റെ ജനത്തെ ആത്മീയമായി നയിക്കുകയും സത്യവിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുകയും തൻ്റെ ആത്മീയ മക്കളുടെ ഇടയിൽ ശാന്തിയും സമാധാനവും കൈവരുത്തുവാൻ വേണ്ടി അന്ത്യശ്വാസം വരെ പോരാടുകയും ചെയ്ത പിതാക്കന്മാരുടെ പിതാവും ഇടയന്മാരുടെ ഇടയനുമായ മഹാപരിശുദ്ധനായ ഒരേലിയാസ്തൃതീയൻ ബാവായെ ശുദ്ധദേവമാതാവിൻ്റെയും നിബിയന്മാരുടെയും ശ്ലീഹന്മാരുടെയും സഹോദരന്മാരുടെയും കൂടെ വിശുദ്ധ സംഘത്തിൽ ചേർക്കുകയും അവിടുത്തെ വിശ്വസ്താഗ്രഹവിചാരകനായി പരിശുദ്ധ റൂഹായാൽ ശുദ്ധീകരിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മറിഗ്നാത്യോസ് എലിയാസ്തൃതീയൻ ബാവായുടെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ ദൈവത്തോന്നി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അജപാലന ദൗത്യം കർത്തൻ കൈകളിൽ നിന്നോ ഏറ്റവനാം അന്ത്യോക്യായി അധിപതിയായി ക്രൈസ്തവ സഭയെ നയിച്ചവനാം കർത്തൻ തന്നോട് ശ്രീനിധിയെ ശമോൻ തന്നോട് പ്രതിനിധിയെ
ഇടയന്മാരുടെ അധിപതിയെ പ്രാർത്ഥിക്കണമേ. യാർത്തികൾക്കായി വേദനയോടെ കബറിങ്കൽ ഓടിക്കോടും നോർക്കായി അനുഗ്രഹമാരി ചോരിയണമേ. ബർഗ്മോർ കർത്താവേ, പരിശുദ്ധാത്മകീർത്തനങ്ങളാൽ മോർ ഇഗ്നാത്തിയോസിനെ പുകഴ്ത്തി ശ്ലാഘിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളുടെ നിസ്സാരമായ വചനത്തിനോ പാപച്ചുളിയിൽ മുഴുകിയതായ ഹൃദയത്തിനോ കഴിയുന്നതല്ല. ആകയാൽ ഞങ്ങളുടെ പ്രാപ്തിക്കൊത്തോണ ബഹുമാനത്തോടെ പ്രകീർത്തിക്കുന്ന എന്തെന്നാൽ ഞങ്ങളുടെ പിതാവായ മോർ ഇഗ്നാത്തിയോസ് ബാവാ, നീ ഭാഗ്യവാനാകുന്നു. അവിടുത്തെ ശ്രീഭണ്ഡാരത്തിങ്കൽ കർത്താവായ ശംശിഹായ ദാസനും സർവ്വനന്മകളുടെയും ശ്രീഭണ്ഡാരവുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നോട് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദയാവാരിതയും അങ്ങയുടെ യജമാനന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ വിശ്വസ്ത ഗ്രഹവിചാരകനും അങ്ങാകുന്നുവല്ലോ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ തിരുസന്നതിയിൽ അപേക്ഷയും യാതനെ സമർപ്പിക്കുന്നതായ പാപികളും ബലഹീനരുമായ അടിയങ്ങളോട് മനസ്സിന് തോന്നണമേ. ദൈവമായ കർത്താവേ, അവിടുത്തെ ശ്രേഷ്ഠ മഹാപുരോഹിതനും ഞങ്ങളുടെ പിതാവും മാറിക്കനായ മോർഗ്നാത്തിയോസേലിയാസ്രുതിയൻ ബാവായുടെ സ്വീകാര്യമായ മധ്യസ്ഥതയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ സഭയുടെ ശ്രേയസ് എല്ലാ ഭാഗങ്ങളിലും വർദ്ധിപ്പിക്കുവാനും സംപ്രീതിയ ദൈവതിരുനാമമൊത്തും അതിലെല്ലാം ഇപ്പോഴും ഉണ്ടാകുവാനായി പരിശുദ്ധ ബാവായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്ന പിതാക്കന്മാർക്ക് ദൈവികമായി നടത്തിപ്പും സമാധാനപരമായി ദീർഘായുസ് ലഭിക്കുവാനായി പരിശുദ്ധ മോറാനേ ഭാവികൾക്ക് മനസാന്തരവും കോപിച്ചിരിക്കുന്നവർക്ക് ശാന്തതയും ഭിന്നതയിൽ കഴിയുന്നവർക്ക് ഐകമത്യവും പരസ്പരം സ്നേഹവും ലഭിക്കുവാനായി പരിശുദ്ധനായ ഏലിയാസ് ബാവാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖം ലഭിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ദുശീലങ്ങൾക്കും ദുർമാർഗ ജീവിതത്തിനും അടിമപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കുവാനായി പരിശുദ്ധ ബാവായേ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും സഹായിക്കുവാൻ ആളില്ലാതെ ഒഴുകുന്നവർക്കും നിർദ്ദയന്മാരായ വിധവകൾക്കും ദൈവസഹായവും സമാധാനവും ഉണ്ടാകുവാനായി പരിശുദ്ധ മോറാനേ പലവിധമായ രോഗങ്ങളിൽ പെട്ട് ശരീരവും മനസ്സും വേദന അനുഭവിക്കുന്നവർക്ക് പൂർണ്ണമായി സൗഖ്യവും ദീർഘകാലമായി നിലനിൽക്കുന്ന മാറാരോഗങ്ങളും ബലഹീനതയുമുള്ളവർക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുവാനായി പരിശുദ്ധ ബാവായേ വിവാഹപ്രായം കഴിയാറായിട്ടും വിവാഹിതരാകുവാൻ സാധിക്കാതെ മനോദുഃഖം അനുഭവിക്കുന്ന യുവതീവാക്കന്മാർക്ക് വിവാഹത്തിനുള്ള ദൈവികമായ കൃപ ലഭിക്കുവാനും സന്താന സൗഭാഗ്യമില്ലാതെ മനോക്ലേശം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് സന്താനലബ്ധി ഉണ്ടാകുവാനുമായി പരിശുദ്ധ മോറാനേ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും സത്യസന്ധതയും നന്മ ചെയ്യുവാനുള്ള താല്പര്യവും ഉണ്ടാകുവാനായി പരിശുദ്ധ മോറാനേ വയോദീർഘ സമാധാനപൂർണമായ വാർദ്ധക്യവും യുവതീവാക്കന്മാർക്ക് പരിഭാഗതയും ജീവിതത്തിന്റെ നൈർമല്യവും കുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ചയും സ്വഭാവ മഹിമയും ഉണ്ടാകുവാനായി പരിശുദ്ധ ബാവായേ അപകടങ്ങളിൽ നിന്നും പ്രവൃത്തിക്ഷോഭത്തിൽ നിന്നും പെട്ടെന്നുള്ളതായ മരണത്തിൽ നിന്നും ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും എല്ലാവിധമായ പ്രതികൂല പരിതസ്ഥിതിയിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുവാനായി പരിശുദ്ധ മോറാനേ
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഇടവയോടൊന്ന് കാത്തുകൊള്ളണമേ. പ്രസ്ഥാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ഓടുന്നു നിയന്ത്രിക്കണമേ. ദൂരത്തും ചാരത്തുമുള്ള എല്ലാ ഞങ്ങളുടെ ഉറ്റവരെയും ഇടയവരെയും ഓടുന്ന് പരിപാലിക്കണമേ. ലോകമെല്ലാം നിന്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കുകയും ചെയ്യണമേ. ക്രിസ്തീയമായ എന്തിനും നിത്യമാർന്ന സ്വർഗീയ സൗഭാഗ്യത്തിനും നീ ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് സ്വർഗീയ ഊർജ്ജമേൽ ആശ്വാസം ലഭിക്കണമേ. ബലഹീനരായ ഞങ്ങളെയും എല്ലാ വൈദികരെയും ശുശ്രൂഷകരെയും ഒരുക്കത്തോടെ വന്നിരിക്കുന്നതായി നിന്റെ മക്കളെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റു ചൊല്ലുന്നു. നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്യണമലിവാൽ, നാഥാ കൃപ ചെയ്യണമലിവാൽ, നാഥാ കൃപ ചെയ്യണമലിവാൽ, നാഥാ ഉത്തരമരുളണമേ, നാഥാ ഉത്തരമരുളണമേ, നാഥാ ഉത്തരമരുളണമേ. ബാവ പ്രാർത്ഥിച്ചിടണമേ, ബാവ പ്രാർത്ഥിച്ചിടണമേ, ബാവ പ്രാർത്ഥിച്ചിടണമേ. ശുഭഹോലോകുമോറാൻ, ശുഭഹോലോകുമോറാൻ, ശുഭഹോലോകുസാഗരം ലോലം പാരേകുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വിശ്വസ്തനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവേ ശിശുവായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധനായ മോർഗ്നാഥിയോസ് ഏലിയാസുദ്ദീൻ ബാവായുടെ അനുഗ്രഹീതമായ ഓർമ്മനാളിൽ സന്ധ്യാ നമസ്കാരത്തിലും പ്രത്യേകാൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പിടുപ്പെടുത്തുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, അവനത്തെ മേരങ്ങളുടെ സ്വർഗീയ സിംഹാസനത്തിനും ഭാഗ്യം ബലഹീനങ്ങളായ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടവയെ ആരോഗ്യവുമായി ഭവിക്കുമാറാകണമേ. ബാരക് മൊറാബോ ബ്രോഹോ കാദീശ് ഹോശ് വബ്കുലസ്ബാൻ ലെവൽ മേ. Gurielaison, 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 Moranus Ahmelin, Moranus Rahimele, Moraimele, Shabolak, Moran, Shubolak, Mora, Shubola, Shubolim, Barak, ബറിക്കുമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവാസം ഇന്ന് എന്നാളും പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയെ സംബന്ധിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും മുൻപോട്ട് വന്ന് ശ്രീമാമൂർത്തി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നെയ്യപ്പ നേർച്ചയും അതുപോലെ കാപ്പിയും അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും അത് വാങ്ങിക്കുവാനായിട്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.
അത് വഴിപാടായി സമർപ്പിച്ചിരിക്കുന്ന കുടുംബത്തെ ഒരിക്കൽ കൂടെ ഓർക്കുകയും ആ കുടുംബത്തോടുള്ളതായ സ്നേഹവും നന്ദിയും പരിശുദ്ധ ദൈവാലയത്തിന് വേണ്ടി പ്രത്യേകം അറിയിക്കുന്നു. ഇന്ന് ഏറ്റവും അനുഗ്രഹകരമായി ഈ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഒന്നിരായ എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും തൃപാദങ്ങളിൽ ഈ ഇടവകയ്ക്കുള്ളതായ സ്നേഹവും വിനയവും സന്തോഷത്തോടെ ഈ സമയത്ത് സമർപ്പിക്കുകയും പ്രത്യേകം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒന്നിരായ സിസ്റ്റേഴ്സ് അവരെയും നന്ദിയോടെ ഓർക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മുൻപോട്ട് വന്ന് ശ്രീമാമൂർത്തി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ദയയിൻ കടലിനെ ഞാൻ നോക്കും, ദേവതനയാ എൻ പാപം പെരുകി പിഴകൾ വർദ്ധിച്ചയ്യോ നീ കഴുകണമെന്നേ സോപ്പാ വൈരികൾ മോദിക്കരുതെന്നിൽ തേരും താരരിൽ ദൂതന്മാർ പ്രീതന്മാരാ തീർന്നിവച്ചല്ലട്ടെ അനുതാപികളിൽ തൻവാ തുറന്നിടും ഹല്ലേലൂയ നാദാസ്തുതിൻ നോക്കണമെന്നും ദുരിതം